ഹായ് ഹലോ എൻ്റെ പേര് ദീപു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫിജി കാർഡ് കമ്പനിയുടെ പ്ലാൻ പ്രസൻറ്റേഷൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കെന്തായാലും പ്രസൻറ്റേഷനിലോട്ട് കിടക്കാം. കമ്പനിയുടെ പേര് ഫിജി കാർഡ് ഉൾക്കും എന്നാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ ഒരു ഓൺലൈൻ ഷോപ്പോട് കൂടി പ്രവർത്തിക്കുന്നതും നേരിട്ട് പോയിട്ട് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുന്നതുമായ ബോബി ചെമ്മന്നൂരിൻ്റെ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് തന്നെയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ടെക്നോളജി ചേഞ്ചസ് ഏതൊരു മേലോട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് വലിയൊരു മാറ്റം ഇന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ വെച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫണ്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ഫുഡ് ഓർഡർ ചെയ്താൽ വീട്ടിൽ കിട്ടുന്നുണ്ട്. പല ജോലികളും നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്നതിലേക്ക് ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം അല്ലേ. ഇതിന് കാരണമായത് നമ്മുടെ പഴയ ലാൻഡ് ഫോണിൽ നിന്നും സ്മാർട്ട് ഫോൺ ഉണ്ടായ ചേഞ്ച് ആണ്. ഈ ആൻഡ്രോയിഡ് ഫോൺ കൈ കിട്ടിയതിനുള്ള ടെക്നോളജി എത്തിയതാണ് നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന 4 കച്ചവട മേഖലയെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേത് ഇ-കൊമേഴ്സ്, ഓൺലൈൻ വഴിയുള്ള കച്ചവടം. 2 ഡയറക്റ്റ് സെല്ലിംഗ്, ഉൽപ്പാദനത്തിൽ നിന്നും ഇടനിലക്കാരില്ലാത്ത കച്ചവടം. 3 റെഫർ മാർക്കറ്റിംഗ്, നമ്മളിവിടെ റെഫർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന കച്ചവടം. 4 ഹെൽത്ത് ആൻഡ് വെൽനസ്, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഫുഡ് സപ്ലിമെൻ്റ് എന്ന സെക്ഷനാണത്. ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ കമ്പനി കൂടിയാണ് ഫിജി കാർട്ട് എന്ന് പറയുന്നത്. സോ നമ്മുടെ നാട്ടിലെ ഈ ഇ-കൊമേഴ്സ് കമ്പനികളുടെ ഒരു റവന്യൂ ആണ് ഈ സൂചിപ്പിക്കുന്നത്. ഈ കാണിക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിങ്, വേൾഡ് തന്നെ ഒരു വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിതിനെ ചുരുക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു സാധ്യതയാണ് നമ്മൾ ഈ കമ്പനി ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള മണി ചെയിൻ, തട്ടിപ്പ്, വെട്ടിപ്പ് തുടങ്ങിയിട്ടുള്ള കൂടുതൽ നെഗറ്റീവായിട്ട് മാത്രം നമ്മൾ കേട്ടിരുന്ന ഈ ഒരു മേഖലയെ ഇന്ന് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. +2 തലം മുതൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി, അണ്ണാ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, മറ്റ് വിദേശ യൂണിവേഴ്സിറ്റികളും സിലബസായിട്ട് നമുക്ക് ഈ വിഷയത്തെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ ലീഗൽ ഡോക്യുമെൻറ്റ്സുകളാണ്. ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് തുടങ്ങിയവയാണ്. പിന്നെയുള്ള ഗൈഡ് ലൈനാണ്. 2010 ഈ ഒരു മേഖലയുമായിട്ട് മണി ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടന്നിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവുകൾ വന്നിട്ടുള്ള ഈ മേഖലയെക്കുറിച്ചും. എന്നാൽ തൊഴിലില്ലായ്മ കാരണവും ജനസംഖ്യ കൂടിയായ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ട് പിന്നെ ഈ ഒരു മേഖല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ച ആൾക്കാർ ഇത് ഗവൺമെൻറ്റിനോട് ലീഗലാക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ കുറച്ച് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 2018 മുതൽ ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ ലീഗലാക്കി മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഗൈഡ് ലൈൻസും ആണ് നമ്മൾ ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. ഇന്ന് വെറുതെ ഗവൺമെൻറ് ഇത് ലീഗലാക്കി കളഞ്ഞിട്ടില്ല. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയ്ക്ക്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ തട്ടിപ്പ്, വെട്ടിപ്പ്, നെഗറ്റീവൊക്കെ പറഞ്ഞു നടന്ന ഈ ഒരു മേഖലയ്ക്ക് ഇന്ന് നമുക്കൊരു മന്ത്രിയുണ്ട്. നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി GR അനിൽ സാറാണ് ഇപ്പോഴത്തെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത്. പിന്നെ ADGP, ധനവകുപ്പ്, ലീഗൽ മെട്രോളജി അങ്ങനെ തുടങ്ങിയ 11 അംഗ മോണിറ്ററി കമ്മിറ്റി ഉണ്ട്. ഇന്ന് ഫിജി കാർഡ് ചെയ്യുന്നവർക്ക് ക്ഷേമനിധി എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി കൂടിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഇത് എല്ലാ പ്രമുഖ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 2018 കമ്പനി ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി P. തിലോത്തമൻ സാറാണ് കമ്പനി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കമ്പനിയുടെ ചെയർമാൻ എന്നുള്ള ബോബി ചെമ്മന്നൂരാണ്. നമുക്കറിയാം 171 വർഷത്തെ പാരമ്പര്യമുള്ള ചെമ്മന്നൂർ ഇൻ്റർനാഷണലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ കൂടിയാണ് ബോബി ചെമ്മൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ ബാക്കിയുള്ള ബിസിനസ്സുകളാണ് നിധി ഫണ്ട്, ചിട്ടി ഫണ്ട്, പറക്കൻ ജ്വല്ലറി, കാരവൻ റെസ്റ്റോറൻറ്റ്, ക്ലബ് ബോക്സ് റിസോർട്ടുകൾ, ബോബി ബസാർ, ഫിജി കാർഡ്, ബോച്ചെ 1000 ഏക്കർ തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു മാനേജ്മെൻറ്റ് ഏറ്റവും പ്രത്യേകത ക്രെഡിബിലിറ്റിയുള്ള മാനേജ്മെൻറ്റാണ്. ഇന്നു വരെ ഒരു സ്ഥാപനം പോലും പൂട്ടിപ്പോയിട്ടില്ല. ഒരാൾക്ക് പോലും 1 രൂപ കൊടുക്കാനുണ്ടെന്നൊരു തെളിയിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ മേഖലയും ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ഒരു മേഖല ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെയും തെളിയിക്കപ്പെട്ടുള്ള സംഭവങ്ങളില്ല. കാരണം നമ്മളെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 3 തലമുറയോളം 171, അല്ലെങ്കിൽ അപ്പൂപ്പൻ, അച്ഛൻ, ഇന്ന് മകൻ തുടങ്ങിയ തലമുറയോളം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന പാരമ്പര്യമുള്ള ചെമ്മന്നൂർ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബോബി ചെമ്മന്നൂരിൻ്റെ സ്ഥാപനം കൂടിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റിംഗ് ആയിട്ടൊരു മാനേജ്മെൻറ്റ് നമുക്കിവിടെ ഉണ്ട്. ഇത് കമ്പനിയുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ് വരുന്നത്. സ്വന്തമായിട്ട് വെഹിക്കിൾസ് ഉണ്ട്. തൃശ്ശൂർ പാലിയേക്ക ടോൾ പ്ലാസ ഇതാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ കമ്പനി സ്റ്റോറുകളാണ്. നേരിട്ട് പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്റ്റോറുകൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കടിച്ച് ലൊക്കേഷൻ അടിച്ച് നമുക്ക് അവൈലബിൾ ആണ്, കാണാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാവിധ പ്രോഡക്റ്റുകളും നമ്മളെ കമ്പനിക്കുണ്ട്. പോപ്പുലർ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമ്മളെ കമ്പനിക്കുണ്ട്. സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ട്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പറ്റും. നേരം പറഞ്ഞത് കമ്പനിയെക്കുറിച്ചും എൻ്റെ ലീഗൽ വശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റോൾ എന്താണ്, നമ്മളിവിടെ എന്ത് ചെയ്താകുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് വരുമാനം എടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കിവിടെ വേണ്ടത് ആദ്യമായിട്ട് KYC ഡോക്യുമെൻറ്റും പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും വെച്ചിട്ട് ഫിജി കാർഡ് എന്നുള്ള ഷോപ്പിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്കിവിടെ കമ്പനി തരുന്നുണ്ട്. സോ ഈ പാർട്ട്ണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത്
പ്രൊമോഷനാണ്. നമുക്ക് 2 രീതിക്ക് ഈ ബിസിനസ്സിനെ നമുക്ക് ചെയ്യാം. ഒന്ന് വീട്ടിലിരുന്നുകൊണ്ട് മൊബൈൽ വഴി ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യാം. 2 നമുക്ക് ഫീൽഡ് വർക്ക് ഇറങ്ങിയിട്ട് വേണമെങ്കിലും ഫിസിക്കലായിട്ട് നമുക്ക് വേണമെങ്കിലും പ്രൊമോഷൻ ചെയ്യാം. നമുക്ക് 2 രീതിക്ക് ഈ ബിസിനസ് ചെയ്യാം. പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം, ഫുൾ ടൈം ആയിട്ടും ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് മൊബൈൽ വഴിയും ചെയ്യാം. ഫുൾ ടൈം ഫീൽഡ് വർക്ക് ഇറങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ് ഫിജി കാർട്ട് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്ന വരുമാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വരുമാനം എങ്ങനെയാണ് കമ്പനിക്ക് തരാൻ പറ്റുന്നത് എന്നുള്ളതും, നമ്മൾ സാധാരണക്കാരാണ്, നമ്മുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടെന്നാണ് ഈ ഒരു സെക്ഷനിലൂടെ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് ട്രേഡ് വ്യക്തി ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചാണ്, ട്രഡീഷണൽ മാർക്കറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്നും മാനുഫാക്ചറിൽ നിന്ന് CNF ഏജൻറ്റ് വാങ്ങുന്നുണ്ട്. അവിടുന്ന് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോൺ ഡിസ്ട്രിബ്യൂട്ടർ, റീജിയൻ, അങ്ങനെ ഇടനിലക്കാർ വഴി കുറേ പേര് വഴിയാണ് റീറ്റെയിൽ ഷോപ്പിലോട്ട് നമുക്ക് സാധനം എത്തുന്നത് അല്ലേ. സോ അവിടെ നിന്ന് നമ്മളിലോട്ട് എത്തുന്നു. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് മാനുഫാക്ചർ കോസ്റ്റ്, ഏതൊരു പ്രോഡക്റ്റിൻ്റെയും മാനുഫാക്ചർ കോസ്റ്റ് എന്നത് 30 മുതൽ 40% വരെ മാത്രമാണ് വിലയുള്ളത്. ബാക്കി 60 മുതൽ 70 രൂപ വരെ നമുക്ക് ആ പ്രോഡക്റ്റിന് MRP റേറ്റിൽ അവർ ഇടുന്നതിന് കാരണം ഇവിടെ പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയും ഈ ഇത്രയും ഇടനിലക്കാർ വഴി കടയിൽ സാധനം വരുന്നല്ലേ. സോ ഇവർക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസയും നമ്മുടെ കയ്യിൽ നിന്നാണ് അവർ ഈടാക്കുന്നത്. അല്ലെ MRP റേറ്റിൽ കയറ്റിയിട്ട് സാധാരണക്കാരായ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് നിലവിൽ കൂടുതലും അല്ലെങ്കിൽ 30-40 രൂപയുള്ള വിലയുടെ സാധനങ്ങളാണ് നമ്മൾ 100 രൂപ കൊടുത്ത് പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലേ. ഏതൊരു പ്രോഡക്റ്റിൻ്റെ വില നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ 30 മുതൽ 40% വരെ മാത്രമേ കാണത്തുള്ളൂ. ബാക്കി ഈ സിനിമാ നടന്മാരായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിക്കും അല്ലെങ്കിൽ പൃഥ്വിരാജ് തുടങ്ങിയ അവർക്കും പബ്ലിസിറ്റി പൈസ കൊടുക്കുന്നുണ്ട്. ഏതെല്ലാം കമ്പനികൾ അല്ലെ, എല്ലാ പ്രോഡക്റ്റിൻ്റെ കമ്പനികളും പൈസ കൊടുക്കുന്നുണ്ട്. ഇത് ചാനലിൻ്റെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി ചാനലിലൊക്കെ ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്നുണ്ട്. ഇടനിലക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുടെ കമ്മീഷനും പോയിട്ടാണ് ഈ സാധനം കടയിൽ വരുന്നതെങ്കിൽ നമ്മൾ ഇവരുടെ എല്ലാവരുടെയും ചിലവുകൾ MRP റേറ്റിൽ അവർ ഇടുന്നുണ്ട്. ആ റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്. സോ നമ്മൾ ജോലി ചെയ്യുന്ന പൈസ മൊത്തം ഈ എക്സ്ട്രാ കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത്. സോ ആലോചിച്ച് നോക്കാം, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ e-commerce കമ്പനികൾക്ക് കുറച്ചുകൂടെ വില കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ടാണ് പറ്റുന്നത്? ഈ ഇടനിലക്കാരിൽ നമുക്ക് കാണാൻ ഗ്രാഫ് നോക്കാം അല്ലെങ്കിൽ പിക്ചർ നോക്കാൻ അറിയാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് മാനുഫാക്ചർ കയ്യിൽ നിന്ന് നേരിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സിന് സാധനം തരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട പൈസയാണ് അവിടെ വില കുറയ്ക്കാനായിട്ട് പോകുന്നത്. പബ്ലിസിറ്റിക്ക് പോകുന്ന ചിലവുകൾ അവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട പൈസ അവർക്ക് വില കുറച്ച് നമുക്ക് പ്രോഡക്റ്റിലോട്ട് തരാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഫിജി കാർട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുക്കേണ്ട പൈസകൾ കമ്പനി ഇവിടെ സേവ് ചെയ്യും. ഇവിടെ കച്ചവടം നടക്കുന്നതെന്ന് നമ്മൾ വഴിയാണല്ലോ. ഇവിടെ പബ്ലിസിറ്റി ചെയ്യുന്ന ആരാ? നമ്മളാണ്. സോ ഇവിടെ ചാനലുകാർക്ക് പൈസ കൊടുക്കുന്നില്ല, സിനിമ നടന്മാർക്ക് പൈസ കൊടുക്കുന്നില്ല, ഇടനിലക്കാരും ഇല്ല. സോ ഈ പണിയെല്ലാം നമ്മളിലൂടെ നടത്തിക്കൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ട ലക്ഷങ്ങളും കോടികളുടെ വരുമാനം കമ്പനി നമുക്ക് വിധിച്ചു തരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 6 ടൈപ്പാണ് കമ്പനി വരുമാനം തരുന്നത്. ആദ്യത്തെ വരുമാനം റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയും. അതായത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പാർട്ട്ണർഷിപ്പ് കിട്ടുന്നുണ്ട്, പാർട്ണർ സ്റ്റോർ കിട്ടുന്നുണ്ട്. നമുക്ക് സ്റ്റോറിന് ഒരു ID നമ്പർ കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ സ്റ്റോർ ID നമ്പർ വഴി നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ നാട്ടുകാരോ ആരെന്ത് പ്രോഡക്റ്റ് വാങ്ങിയാലും കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 20% നമുക്കൊരു റീറ്റെയിൽ പ്രോഫിറ്റിൻ്റെ രീതിയിൽ കമ്പനി തരുന്നുണ്ട്. രണ്ടാമത്തെ വരുമാനം എന്നത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്നാണ്. അതായത് നമുക്കിവിടെ 2 ഫ്രാഞ്ചൈസികളാണ് കമ്പനി തരുന്നത്. ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന വ്യക്തികളാണ്. സോ അവരിലൂടെയാണ് നമുക്ക് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഈ 2 ഫ്രാഞ്ചൈസി വഴി കമ്പനിക്ക് കിട്ടുന്ന ലാഭം അനുസരിച്ച് ഓരോ പ്രോഡക്റ്റിന് നിശ്ചിത പോയിന്റ് വെച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൻ്റെ കച്ചവടം ഒരു ദിവസം നമ്മുടെ ടീം മുഴുവൻ നടന്നാൽ നമുക്ക് അന്നത്തെ ദിവസം 20 രൂപയാണ് കമ്പനി വരുമാനം തരുന്നത്. 100 പോയിന്റ് സെയിൽ നടന്നാൽ നമുക്ക് 2000 രൂപയാണ് മേച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഒരു ദിവസം തന്നെ 500 പോയിന്റ് കച്ചവടം നടന്നാൽ 10,000. അങ്ങനെ ഒരു ദിവസം മാക്സിമം 1500 പോയിന്റ് കച്ചവടം നടന്നാൽ 30,000 രൂപ വരെ നമുക്ക് ഒരു ദിവസത്തെ വരുമാനമായിട്ട് നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റുന്ന വരുമാനത്തിൽ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. മാക്സിമം 30,000 വരെ മാത്രമേ ഒരു ദിവസം അതിന് ഇപ്പോൾ 50,000-ൻ്റെയും 60,000-ൻ്റെയും ബിസിനസ് കൊണ്ടുവന്നാൽ പോലും ഒരു വ്യക്തി, അത് ടീം വർക്ക് ആയതുകൊണ്ടാണ് ഇത്രയും എമൗണ്ടുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും ബിസിനസ് വോളിയം പറയുന്നത്. സോ നമുക്ക് ഒരു ദിവസം മാക്സിമം ഒരാൾക്ക് 1500 പോയിൻറ്റിൻ്റെ കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന 30,000 വരെ മാത്രമേ ഒരാൾക്ക് എടുക്കാൻ പറ്റൂ. ഇനി അതിനേക്കാൾ കൂടുതലും പോയിൻറ്റ്സ് കൊണ്ടുവന്നാൽ പോലും അതിൻ്റെ ഇൻകം നമുക്ക് കിട്ടത്തില്ല. അത് കമ്പനി സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് ഒരു ദിവസം 30,000 എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും 30,000 വെച്ചിട്ട് ഒരു മാസം 9 ലക്ഷം വരെ എടുക്കാൻ പറ്റുന്നൊരു ബിസിനസ് അവസരമാണ് ഫിജി കാർട്ട് എന്ന് പറയുന്നത്. സോ ഇത് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടാണ്. ഒരു മാസം 9 ലക്ഷവും ഒരു ദിവസം 30,000 ഒന്നും കിട്ടത്തില്ല അല്ലേ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബിസിനസ്സാണ്, ജോലിയല്ല. ജോലിയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ മാസവും കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ബിസിനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കും അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന സ്റ്റാഫുകളോ മറ്റു ആൾക്കാർ ആരും ആയിക്കോട്ടെ, അവരെടുക്കുന്ന വർക്കിൻ്റെ ബെനിഫിറ്റും കൂടെ നമുക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഇതൊരു ബിസിനസ്സാണ്. നമുക്ക് ഇന്നോ നാളെയോ കിട്ടുന്ന വരുമാനമല്ല ഞാനീ പറഞ്ഞത്. കമ്പനിക്ക് ടോട്ടൽ 13 പ്രൊമോഷൻസ് ഉണ്ട്. ആ 13 പ്രൊമോഷൻ കവർ ചെയ്യുന്ന വ്യക്തിക്കാണ് നമുക്കൊരു മാസം 30,000 അല്ലെങ്കിൽ ഡെയിലി 30,000 എടുക്കാൻ പറ്റുന്നതിലോട്ട് മാറാൻ പറ്റുന്നത്. അതിന് നമുക്ക് മേ ബി ഒരാൾക്ക്
2 മുതൽ ഒരു 4-4.5 വർഷം സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ പഠിച്ച് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് ഈ 13 റാങ്കുകൾ കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഈ 13 റാങ്കുകൾ കവർ ചെയ്യാൻ 4-4.5 വർഷങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഈ മാസം 9 ലക്ഷം രൂപ കെട്ടിക്കാൻ പറ്റുന്ന ലെവലിലോട്ട് മാറുന്നതെന്നുള്ളതാണ്. മൂന്നാമത്തെ വരുമാനം ജനറേഷൻ ബോണസാണ്. നമ്മുടെ തലമുറ കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് തരുന്ന വരുമാനം. എന്നിലൂടെ ഈ അവസരത്തെ ഏറ്റെടുത്ത് വരുന്ന ആദ്യത്തെ വ്യക്തി എൻ്റെ 1ാം തലമുറയും അയാളിലൂടെ കടന്നു വരുന്ന അടുത്ത വ്യക്തി എൻ്റെ 2ാം തലമുറ. അങ്ങനെ 9 ജനറേഷൻ വരെ കമ്പനി കണക്ക് കൂട്ടുന്നുണ്ട്. ഈ 9 ജനറേഷനിൽപ്പെട്ട ആരെങ്കിലും 100 പോയിൻറ്റിൻ്റെ പർച്ചേസ് കമ്പനി പറയുന്നത്, അതിന് മുകളിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിയാൽ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 20 മുതൽ 50% ജനറേഷൻ ബോണസ് രീതി കമ്പനി നമുക്ക് തരുന്നുണ്ട്. അടുത്ത മന്ത്ലി പെർഫോമൻസ് ബോണസ്, അതായത് ഒരു മാസ വരുമാനം കമ്പനി നമുക്കിവിടെ തരുന്നുണ്ട്. ഇപ്പം കമ്പനിക്ക് ടോട്ടൽ 13 പ്രൊമോഷൻസാണുള്ളത്. അതിൽ 3ാമത്തെ പ്രൊമോഷനായിട്ടുള്ള സെയിൽസ് മാനേജർ എന്ന റാങ്ക് എത്തുന്ന വ്യക്തിക്ക് മിനിമം 6000 രൂപ, ഒരു 300 സെയിൽസ് വോളിയം മാച്ച് ചെയ്ത് മിനിമം 6000 രൂപ ആ മാസം ആ വ്യക്തി വരുമാനം എടുത്താൽ കമ്പനി 10,000-നും 15,000-ത്തിനും ഇടയ്ക്കുള്ള എമൗണ്ട് പെർഫോമൻസ് ബോണസായിട്ട് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 ലക്ഷത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ഈ റാങ്ക് എത്തുന്ന വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അച്ഛൻ, അമ്മ, 18 വയസ്സായ 2 കുട്ടി എന്ന രീതിക്കാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നമുക്കൊരു നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. സോ നമ്മുടെ നോമിനി ആരാണോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ, നമുക്ക് നല്ലൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ടീമിൻ്റെ വർക്കിൻ്റെ വരുമാനങ്ങളെല്ലാം നമ്മുടെ നോമിനിക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അടുത്ത 5ാമത്തെ വരുമാനം എന്നത് ആനുവൽ പ്രോഫിറ്റ് ആണ്. അതായത് കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭത്തിൻ്റെ 0.5 മുതൽ 1.5% വരെ ഒരു എമൗണ്ട് കമ്പനിയുടെ ടോപ്പിൽ നിൽക്കുന്ന 11, 12, 13 റാങ്കുകളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് കമ്പനി വീതിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് റിവാർഡുകളാണ്. കമ്പനിക്ക് മൊത്തം 13 പ്രൊമോഷൻസാണുള്ളത്, 13 റാങ്കുകളാണുള്ളത്. 13 റാങ്കുകൾ എല്ലാവർക്കും പെട്ടെന്ന് അടിച്ച് അല്ലെങ്കിൽ അച്ചീവർ ആവാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന സമ്മാനങ്ങളാണ് റിവാർഡ്സ് ആൻഡ് അവാർഡ്സിലൂടെ നമുക്ക് അന്നി കാണാൻ പോകുന്നത്. കമ്പനിയുടെ 6ാമത്തെ റാങ്കായിട്ടുള്ള ഡിവിഷൻ സെയിൽസ് മാനേജർ റാങ്ക് എന്ന വ്യക്തിക്ക് 50,000 രൂപ ബൈക്ക് ഫണ്ടായിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. 10ാമത്തെ റാങ്കായിട്ടുള്ള സോണൽ സ്റ്റീം മാനേജർ റാങ്ക് എന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. 11ാമത്തെ റാങ്കായിട്ടുള്ള സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ റാങ്ക് എന്ന വ്യക്തിക്ക് ഒരു കുടുംബത്തിൽ 2 പേർക്ക് ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ്, യൂറോ ട്രിപ്പാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 12ാമത്തെ റാങ്ക് കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് എന്ന വ്യക്തിക്ക് 50,000 രൂപയുടെ 50 ലക്ഷത്തിൻ്റെ പ്രീമിയം കാർ ഫണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. ടോപ്പ് റാങ്കായിട്ടുള്ള 13ാമത്തെ റാങ്ക് എത്തുന്ന വ്യക്തിക്ക് 1 കോടി രൂപയുടെ വില്ല ഫണ്ടും കമ്പനി റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. റിവാർഡായിട്ട് മാത്രം നമുക്ക് 13 റാങ്കുകളിലായിട്ട് 1,55,50,000 നമുക്കൊരു 4-4.5 വർഷങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റും. ടോട്ടൽ നമുക്ക് ഈ കമ്പനിയിൽ നിന്നും ഒരു 13 പ്രൊമോഷൻ നമുക്ക് 4-4.5 വർഷങ്ങൾ കൊണ്ട് സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ പഠിച്ച് മനസ്സിലാക്കി ചെയ്തുകൊണ്ട് 4 വർഷങ്ങൾ കൊണ്ട് നമുക്ക് ടോട്ടൽ എടുക്കാൻ പറ്റുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു 4.5 കോടിയോളം രൂപ നമുക്ക് ലീഗലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഇത് കമ്പനിയുടെ 13 റാങ്കുകളാണ്. പിന്നെയുള്ള ട്രെയിനിങ് ആണ്. ഈ ഒരു മേഖലയോട് ബന്ധപ്പെട്ട് എല്ലാ സാധാരണക്കാരും അസാധാരണക്കാരും നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് ഇപ്പം നിലവിലെ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടത്തില്ലേ. സോ നമുക്കൊന്ന് അറിയാൻ പറ്റും ഈ കമ്പനിയുടെ ടോപ്പ് ഫിജി കാർഡ് കമ്പനിയുടെ ടോപ്പ് വരുമാനം എടുക്കുന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ പോലീസുകാരുണ്ട്, അല്ലെങ്കിൽ വക്കീലന്മാരുണ്ട്, പിന്നെ ഡോക്ടേഴ്സ്, അങ്ങനെ നല്ല എഡ്യൂക്കേഷണൽ ആൾക്കാരും എന്നാൽ 10ാം ക്ലാസ് പോലും കംപ്ലീറ്റ് ആയിട്ടാക്കാത്ത ഓട്ടോറിക്ഷക്കാരും, അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്ന സ്ത്രീകളും, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരും, അങ്ങനെ സാധാരണക്കാരായ ആൾക്കാരും നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരും പ്രായം കൂടിയ ആൾക്കാരും 18-19 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾ വരെ, പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങൾ വരെ വർക്ക് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വരുമാനം എടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. സോ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായ ട്രെയിനിങ്ങുകൾ നമുക്ക് ഡിജിറ്റൽ അക്കാഡമി വഴി കമ്പനി നമുക്ക് തരുന്നുണ്ട്. സോ അതിലൂടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ബിസിനസ്സിലോട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെടുന്ന ഈ ഒരു വലിയൊരു മേഖലയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന എല്ലാം സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇന്ന് വരെയും ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സോ നമ്മൾ ചിന്തിക്കുക, ഇത്തരം നല്ല അവസരങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇതിൻ്റെ സാധ്യത ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ഈ കമ്പനിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. സോ ഇതിനു വേണ്ടിയിട്ട് ഈ പ്രസൻറ്റേഷൻ നിങ്ങൾ കേൾക്കുന്നത് ആരിൽ നിന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രസൻറ്റേഷൻ കേൾപ്പിക്കുന്ന ആരാണോ ആ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രസൻറ്റേഷൻ നോർമൽ പ്രസൻറ്റേഷൻ മാത്രമാണ്. സോ ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങളിപ്പോൾ ഈ ബിസിനസ് പരിചയപ്പെടുത്തുന്ന വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. സോ അവരോട് ചോദിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. അല്ല, ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യൂട്യൂബ് വഴിയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9846015413 എന്ന എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും.